Hi, welcome to Luttuz channel. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഈസി ആയിട്ട് എങ്ങനെ പൊറോട്ട ഉണ്ടാക്കാനാണ് കേട്ടോ. പൊറോട്ട എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും വിചാരിക്കും വളരെ ലെങ്തി ആയിട്ടുള്ള പ്രോസസ്സാണ്. പക്ഷെ അല്ല, ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന പൊറോട്ടയാണ്. ഇതിന് 3 കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ. നമ്മൾ ഇതിൽ അധികം എണ്ണ ഉപയോഗിക്കുന്നില്ല, അതേപോലെ തന്നെ മുട്ട ഉപയോഗിക്കുന്നില്ല. സോ ദാറ്റ് വെജിറ്റേറിയൻകാർക്കും നോൺ വെജിറ്റേറിയൻകാർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങൾ ഇത് എന്തായാലും ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ട് എന്ന് കമൻസിലൂടെ പറയാൻ മറക്കരുത്. അതേപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നു. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ അവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ആ ബൗളിലേക്ക് 2 വലിയ ഗ്ലാസ്സുള്ള മൈദാമാവാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഗോതമ്പാവ് എടുക്കാം. ഗോതമ്പാവിലും സൂപ്പർ സോഫ്റ്റ് ആൻഡ് ലെയേർഡ് ആയിട്ടുള്ള പൊറോട്ടയാണ് കിട്ടാറുള്ളത്. ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത്രയും ഗ്യാരണ്ടി പറയുന്നത്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ 2 ഗ്ലാസ് ആയത് കാരണം എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 1/2 സ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കണം. ഏകദേശം ഒരു 3/4 സ്പൂൺ അളവിലാണ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ പഞ്ചസാര എന്തിനാണ് ആഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ക്രിസ്പി ആയിട്ടുള്ള ഒരു ടെക്സ്ചറും അതേപോലെ തന്നെ ബ്രൗൺ കളറിലായിട്ട് നമ്മുടെ പൊറോട്ടകളിലൊക്കെ കാണാറുണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ ഈ പഞ്ചസാര. അപ്പോൾ നടുവിലേക്ക് ഞാൻ നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നടുവിലേക്ക് ഒരു ചെറുതായിട്ടൊരു കുഴി പോലെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കുഴച്ചെടുക്കാം കേട്ടോ. സാധാരണ നമ്മൾ ചപ്പാത്തിയൊക്കെ എങ്ങനെയാണോ കുഴച്ചെടുക്കാറ് അതേ രീതിക്ക് തന്നെ കുഴച്ചെടുക്കാം. യാതൊരു ഡൗട്ടും വേണ്ട, നമ്മളെല്ലാവരും ചപ്പാത്തി ചെയ്യാറുള്ളതാണ്. അപ്പോൾ അത് കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന എനിക്കറിയാം. എന്താ ഇതേപോലെ കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് കുഴച്ചെടുക്കാം. സാധാരണ എങ്ങനെയാണോ ചപ്പാത്തി കുഴച്ചെടുക്കുക ആ രീതിക്ക് തന്നെ കുഴച്ചെടുക്കുക. ഓക്കെ, അപ്പോൾ കുഴച്ചെടുത്തതിന് ശേഷം ദാ ഇതേപോലെ ഉണ്ടാവും. ഒരുപാട് അടിക്കാനും പരത്താനും കുത്താനും ഒന്നും നിൽക്കേണ്ട, വെറുതെ ഒന്ന് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ബൗളിലൊന്നും ഇട്ടാതെ വരും. ആ സമയത്ത് നമുക്ക് ഏകദേശം ഒരു 3 സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് വെളിച്ചെണ്ണ ആണെങ്കിൽ കുഴപ്പമില്ല, വെളിച്ചെണ്ണയുടെ സ്മെല്ല് വരും. അതല്ലാതെ വേറെ ഏതെങ്കിലും എണ്ണ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നെയ്യ് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇവിടെ സാധാരണ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചത്. എന്നിട്ട് ഒരു 10 മിനിറ്റ് റെസ്റ്റിന് ചെയ്യാം. നിങ്ങൾക്ക് ഒരു ഹാഫ് ആൻ അവർ റെസ്റ്റ് ചെയ്യണമെങ്കിൽ ഹാഫ് ആൻ അവർ റെസ്റ്റ് ചെയ്യാം. പക്ഷെ 10 മിനിറ്റ് ആവശ്യമേ ഉള്ളൂ. ഇതാ ഇപ്പം തൊട്ട് നോക്കുമ്പോൾ കണ്ടില്ലേ, അല്ല പഞ്ഞ് പോലെ സോഫ്റ്റ് ആയിട്ടുണ്ട്. ഞാൻ അടിക്കാനും പരത്താനും ഒന്നും പോയിട്ടില്ല, അല്ലാതെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഈ ഗോതമ്പാവിൽ ചെയ്യുകയാണെങ്കിലും ഇതേപോലെ തന്നെ ആവും. നല്ല അടിപൊളി ലെയേർഡ് ആയിട്ടുള്ള പൊറോട്ട കിട്ടും. നിങ്ങൾക്ക് ഒരു ഡൗട്ടും വേണ്ട, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം ഞാൻ 1 സ്പൂൺ അളവിൽ നല്ല നെയ്യ് എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ നെയ്യ് ഇവിടെ ഫ്രീസായിരിക്കുകയാണ്. നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് ഉരുക്കണം. അതിന് ശേഷം അതിലേക്ക് ഒരു 2-3 സ്പൂണ് അളവിൽ നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പം നിങ്ങളുടെ മാവിൻ്റെ അളവിനനുസരിച്ച് വേണം നമ്മുടെ ഈ ലിക്വിഡ് തയ്യാറാക്കിയെടുക്കാൻ. ഇതിലേക്ക് 2 സ്പൂണ് അരിപ്പൊടിയാണ്. ഒന്നില്ലെങ്കിൽ പുട്ടുപൊടി എടുക്കാം, അതല്ലെങ്കിൽ ഇടിയപ്പത്തിൻ്റെ പൗഡർ എടുക്കാം. നമ്മുടെ കയ്യിൽ ഏത് അരിപ്പൊടിയാണോ ഉള്ളത്, പച്ചരി ആയാലും കുഴപ്പമില്ല, പുഴുങ്ങലരി ആണെങ്കിലും കുഴപ്പമില്ല, നമ്മുടെ കയ്യിൽ ഏത് അരിപ്പൊടിയാണോ ഉള്ളത് അത് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ നെയ്യ് നല്ലപോലെ തിക്കായിട്ടുണ്ടെങ്കിൽ ഒന്ന് നല്ലപോലെ ഉരുക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ആഡ് ചെയ്യാം. എന്നിട്ട് അത് ഒരു ഭാഗത്ത് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് ബോൾസ് ആക്കി മാറ്റാം. ഒരുവിധം വലിയ ബോൾസ് ആക്കി തന്നെ എടുക്കണം. അപ്പോൾ എനിക്കിവിടെ ഏകദേശം ഒരു 6 ബോള് കിട്ടിയിട്ടുണ്ട്. ഇതേപോലെയാണ് ആവുക. അപ്പോൾ എല്ലാ ഒരു ബോളും ഇങ്ങനെ മാറ്റിയെടുത്ത് വയ്ക്കും. പിന്നെ നമ്മൾ ഈ പൊറോട്ട കടകളിലൊക്കെ കണ്ടിട്ടില്ലേ, നല്ല ഷേപ്പായിട്ട് റൗണ്ടായിട്ട് വരാൻ ഈ ടെക്നിക്കാണ് കേട്ടോ അവർ ഉപയോഗിക്കുന്നത്. ഉള്ളിലേക്ക് ഇങ്ങനെ ആക്കി കൊടുക്കും. അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ബോൾ റൗണ്ട് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നല്ല ഷേപ്പായി കിട്ടും. ഇതേപോലെ തന്നെ ചപ്പാത്തിക്കും ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഏകദേശം ഇവിടെ 6 ബോൾസാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് പരത്തിയെടുക്കണം കേട്ടോ. പരത്തിയെടുത്ത് എന്നിട്ടാണ് നമ്മുടെ അടുത്ത ടെക്നിക്ക് ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെ സാധാരണ നമ്മൾ എങ്ങനെയാണോ ചപ്പാത്തിക്ക് പരത്തിയെടുക്കുക അതേപോലെ തന്നെ ചപ്പാത്തി പരത്തിയെടുക്കുക. ഞാനപ്പോൾ ഈ രീതിക്കാണ് കേട്ടോ. അപ്പോൾ അതാകുമ്പോൾ റൗണ്ട് വരും. പക്ഷേ ഈ നമ്മുടെ ഈ പൊറോട്ടയ്ക്ക് റൗണ്ട് ഷേപ്പ് ഒന്നും വേണ്ട. നിങ്ങൾക്ക് ഏത് ഷേപ്പ് കിട്ടുന്നോ ആ ഷേപ്പിൽ അങ്ങോട്ട് പരത്തിയെടുക്കാം. അപ്പോൾ ഞാൻ കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ടാണ് ഞാൻ പരത്തിയെടുക്കുന്നത്. നിങ്ങൾക്ക് ചപ്പാത്തി കല്ലിലിട്ടിട്ട് പരത്തിയെടുക്കണമെങ്കിൽ അങ്ങനെ പരത്തിയെടുക്കാം. അതാ ഒരുവിധം വലുപ്പത്തിൽ ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇത് അങ്ങോട്ട് മാറ്റിയെടുത്ത് വെക്കണം. എന്നിട്ട് ബാക്കിയുള്ള പൊറോട്ടകളും ഇതേപോലെ നമ്മൾ പരത്തിയെടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ഉണ്ടല്ലോ അത് ഇതിനെ മേലെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഒരു 1.5 സ്പൂൺ 2 സ്പൂൺ വരെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. കൈ കൊണ്ടായാലും ബ്രഷ് കൊണ്ടായാലും കുഴപ്പമില്ല, എല്ലാ ഭാഗത്തും തട്ടുന്ന രീതിക്ക് നമ്മൾ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ വേറൊരു മാവ് നമ്മൾ നേരത്തെ എടുത്തുള്ള 6 ബോളില്ലേ, അതാ ഇതേപോലെ ഒരെണ്ണം കൂടെ പരത്തിയെടുത്തിട്ട് അത് ഇതിനെ മേലെ വെച്ച് കൊടുക്കുക. ഇങ്ങനെ നമ്മൾ ഇതിനെ മേലെ വീണ്ടും നമ്മൾ ആ ലിക്വിഡ് ഒഴിക്കും. എന്നിട്ട് നല്ലതുപോലെ സ്പ്രെഡ് ചെയ്യും. അടുത്തത് വെക്കും. അങ്ങനെ 6 എണ്ണവും ഫിൽ ചെയ്യും. 6
എണ്ണവും ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ ലാസ്റ്റ് കൂടെ ഇതേപോലെ ഒരു 1-2 സ്പൂൺ. അപ്പം നിങ്ങൾക്ക് ഇത് ഫുള്ളായിട്ട് നെയ്യ് ഉപയോഗിക്കണമെങ്കിലും ഈ ലിക്വിഡിനകത്ത് ഫുൾ നെയ്യ് ഉപയോഗിക്കാം കേട്ടോ. സൂപ്പർ സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള പൊറോട്ട കിട്ടും. അതല്ലെങ്കിലും യാതൊരു പ്രശ്നമില്ല, നമ്മുടെ കയ്യിൽ ഏത് എണ്ണയാണോ ഉള്ളത് ആ എണ്ണ വരും. അപ്പം ഞാൻ അതാ ലാസ്റ്റ് ഫൈനൽ ടച്ച് എത്താറായി. അപ്പം ഞാൻ തേച്ച് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് നമുക്ക് ഇങ്ങനെ നീട്ടി പരത്തിയെടുക്കാം കേട്ടോ. ഏത് ഷേപ്പ് വേണമെങ്കിലും ആക്കാം. ഞാൻ കണ്ടില്ലേ ഇപ്പോൾ കുറച്ചും കൂടെ ഇങ്ങനെ വലിച്ച് നീട്ടുകയാണ് ചെയ്യുന്നത്. മൈദാമാവ് ആയതുകൊണ്ട് തന്നെ വലിച്ച് നീട്ടാൻ പറ്റും. അപ്പോൾ ദാ ബാക്കിയുള്ള ആ ലിക്വിഡും കൂടെ നമ്മുടെ മാവിൻ്റെ മിക്സ്ചറും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ സ്പ്രെഡ് ചെയ്തെടുക്കുക. അപ്പോൾ മനസ്സിലാവുന്നുണ്ടോ എന്താ ചെയ്യേണ്ടതെന്ന്? അതിനുശേഷം എല്ലാം കൂടെ അങ്ങോട്ട് റോൾ ചെയ്യാൻ പോവാണ്. ഹായ്, കുഞ്ഞു കുട്ടികൾക്ക് വളരെ ഇഷ്ടമാവില്ല. എൻ്റെ മോൻ ദാ അവിടെ നിന്നിട്ട് ഞാൻ ചെയ്യാമാ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതാ ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ല രസമാണ് നമുക്ക് കാണാൻ. പക്ഷെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. കടയിലുള്ള ആ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒന്നുമില്ല. അതാ അപ്പം സംസാരിക്കുന്ന ഇടയിൽ തന്നെ ഞാനിത് നല്ലതുപോലെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ഒരു പാമ്പിൻ്റെയൊക്കെ പരുവത്തിലായി അല്ലേ. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് തട്ടി കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്കിപ്പം ഒരു ടെക്നിക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അല്ലേ. ഇനി നമുക്കൊന്നും ചെയ്യാനില്ല. ദാ കത്തിയെടുത്ത് മുറിച്ചു കൊടുക്കുക. നിങ്ങളുടെ വലുപ്പത്തിനനുസരിച്ച് വലിയ പൊറോട്ട വേണമെങ്കിൽ വലുതായിട്ട് മുറിച്ചു കൊടുക്കാം. അതല്ല ചെറിയ പൊറോട്ട വേണമെങ്കിൽ ചെറുതായിട്ട് മുറിഞ്ഞു കൊടുക്കാം. കണ്ടോ, നല്ല അടിപൊളി സൂപ്പർ ലെയർ ആയിട്ടുള്ള പൊറോട്ട ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് റൗണ്ട് ചെയ്ത് അതേപോലെ തന്നെ ഒന്ന് വെച്ചു കൊടുക്കാം കേട്ടോ. ഇതേപോലെ നമുക്ക് എത്ര പൊറോട്ട വേണോ അത്ര പൊറോട്ട നമ്മളിത് കട്ട് ചെയ്തെടുക്കാം. ചെറിയ പൊറോട്ട വേണമെങ്കിൽ ചെറുതായി കട്ട് ചെയ്യാം. വലിയ പൊറോട്ട വേണമെങ്കിൽ വലിയ ആയിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതാ ഇതേപോലെ ഉണ്ടാവും. കാരണം നല്ല ഭംഗിയിലെ അടിക്കലും പരത്തലും ഒന്നുമില്ലാതെ തന്നെ അടിപൊളി സൂപ്പറായിട്ട് ലെയർ വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇപ്പോഴൊക്കെ ഉണ്ടാവും, ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലെയർ ഉണ്ടാവില്ലെന്ന്. അല്ല കേട്ടോ, അപ്പം ഞാൻ കാണിച്ചു തരാം. അതാ ഇപ്പം ഈ നമ്മൾ പൊറോട്ട ചുട്ടെടുക്കാൻ പോകണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ കൈ കൊണ്ടാണ് നിങ്ങൾക്ക് പ്രസ് ചെയ്ത് കാണിച്ചു തരുന്നത്. നിങ്ങൾക്ക് സാധാരണ നമ്മൾ ചപ്പാത്തിയൊക്കെ എങ്ങനെയാണോ പ്രസ് ചെയ്യുന്നത് അതേ രീതിക്ക് നമ്മുടെ കോലുപയോഗിച്ച് പരത്തിയെടുക്കാം. അതല്ല കൈകൊണ്ട് പരത്തിയെടുത്താലും യാതൊരു കുഴപ്പമില്ല. ഇപ്പോഴും ആ ലെയേഴ്സ് കണ്ടോ, കാണാൻ നല്ല ഭംഗിയില്ലേ. ഇതേപോലെ തന്നെ നിങ്ങളും ചെയ്ത് നോക്കുക, നിങ്ങൾക്കും ഇതേപോലെ തന്നെ കിട്ടും. ട്രൈ ചെയ്തിട്ട് കമൻറ്റ്സ് എന്താണെന്ന് ഫീഡ്ബാക്സിലൂടെ പറയാൻ മറക്കരുത് കേട്ടോ. അതേപോലെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് കൂടെ ചെയ്യണേ. കുറേ പേര് ലൈക്ക് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യുക. കണ്ടില്ലേ, അടിപൊളി ലെയർ ആയിട്ട് വരുന്നുണ്ട്. അപ്പം നമുക്ക് ആവശ്യമുള്ള 1-2 പൊറോട്ട എടുക്കാം. അതിനുശേഷം കല്ല് നല്ലതുപോലെ ചൂടായതിനു ശേഷം നമ്മുടെ പൊറോട്ട ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു ഭാഗം ഒന്ന് ലൈറ്റ് കളർ ആവുന്ന സമയത്ത് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം മാത്രം ഓയിൽ ഒഴിച്ചു കൊടുക്കുക. 1-2 സ്പൂൺ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി, കൂടുതൽ എണ്ണയൊന്നും വേണ്ട. അതല്ല നിങ്ങൾക്ക് ഗീയോ ബട്ടറോ വല്ലതും ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ അതും ഉപയോഗിച്ചു കൊടുക്കാം. ഞാൻ ഇവിടെ സാധാരണ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ ഒന്ന് മൊരിഞ്ഞ് കിട്ടും. അപ്പം ഞാനിത് മൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അതല്ലാതെ നിങ്ങൾക്ക് സമയമില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെ ഇട്ട് കൊടുത്താലും യാതൊരു കുഴപ്പമില്ല. ലെയറായി കണ്ടില്ലേ, അടിപൊളി സൂപ്പർ കളറായി. അപ്പോൾ ഈ കളർ വരാനുള്ള രഹസ്യമാണ് ഞാൻ പറഞ്ഞു തന്നത്. നമ്മൾ നേരത്തെ ഷുഗർ ആഡ് ചെയ്തുകൊണ്ടാണ് ഈ കളർ വന്നത്. അപ്പോൾ നമ്മുടെ പൊറോട്ട ഏകദേശം ഇവിടെ ആയിട്ടുണ്ട്. നല്ലതുപോലെ വെന്തൂന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് എടുത്ത് മാറ്റാം. അപ്പം ഞാനിവിടെ 2-3 ഒക്കെ ആയിട്ട് ശേഷമാണ് നമ്മളൊന്ന് നല്ലതുപോലെ അടിച്ച് ലെയർ വരുത്തുക. കണ്ടില്ലേ, ഇപ്പം ഞാൻ 2 വെച്ചിട്ടാണ് നിങ്ങൾക്ക് ലെയർ ചെയ്ത് കാണിച്ചു തരുന്നത്. അടിപൊളിയായിട്ട് ലെയർ വരുന്നത് കണ്ടില്ലേ. അപ്പം നിങ്ങളിത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പം ഞാനിത് ചെയ്യുന്ന ഈ അടിക്കുന്നത് കണ്ടിട്ട് മോനാണെങ്കിൽ എനിക്ക് തന്നെ ഇത് ചെയ്യണം, എനിക്ക് വലിയ പൊറോട്ട ചെയ്യണം എന്നാണ് അവൻ പറയുന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്തു, അവൻ്റെ ആഗ്രഹം ഒന്ന് നടത്തി കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവൻ ഏകദേശം ഒരു വലിയ പൊറോട്ട എടുത്തു കൊടുത്തു. ദാ അവനും അടിച്ച് പരത്തി അടിപൊളി ലെയർ വരുന്നുണ്ട്. കണ്ടില്ലേ, സൂപ്പർ ലെയറാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ലെയറുകളാണ് നമുക്ക് വീട്ടിൽ തന്നെ കിട്ടുന്നത്. അധികം പണിയൊന്നുമില്ല, ചപ്പാത്തി ചെയ്യുന്ന അത്ര മാത്രം ജോലികൾ മാത്രമേ ഉള്ളൂ. പക്ഷേ സൂപ്പർ സോഫ്റ്റ് ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള പൊറോട്ട നമുക്ക് വീട്ടിൽ ട്രൈ ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ ചിക്കൻ കറിയുടെ കൂടെയാണ് സെർവ് ചെയ്യാൻ പോകുന്നത്. ഇത് നിങ്ങൾക്ക് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും, വെജിറ്റേറിയൻകാർക്ക് വെജിറ്റേറിയൻ കുറുമയുടെ കൂടെ ട്രൈ ചെയ്യാം, എന്തിൻ്റെ കൂടെ വേണമെങ്കിലും ട്രൈ ചെയ്യാം. അടിപൊളി സൂപ്പർ ആയിട്ടില്ലേ. ഞാൻ അത് ട്രൈ ചെയ്യാൻ പോവാണ് കേട്ടോ. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ കഴിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ ഇപ്പം ഞാൻ ചിക്കൻ കറിയുടെ കൂടെ കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ്സ് എന്താണെന്ന് ഫീഡ്ബാക്കിലൂടെ പറയാതിരിക്കരുത്. സൂപ്പർ ആയിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്ന് വന്നിട്ട് പൊറോട്ട കഴിച്ചില്ല എന്നുള്ള സങ്കടം എല്ലാം മാറി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.